ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 11ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ. ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ. സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം, അങ്ങനെ ഒരു പാഠമുണ്ട് കേട്ടോ. ഇനിയും ഒരു ചാപ്റ്ററൂടെ ഉള്ളൂ നമ്മുടെ ഈ വർഷത്തെ 12 ചാപ്റ്ററും തീരാൻ പോവുക കേട്ടോ. 11ാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ കുറച്ച് നോട്ടാണ് നമ്മളിത് പറയുന്നത്. നിങ്ങളാണ് എന്നെ ഈ 11 ചാപ്റ്റർ വരെ കൊണ്ടെത്തിച്ചത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ഹൈപ്പും സബ്സ്ക്രൈബും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഞാനതും കൂടെ പറയണമല്ലോ അല്ലേ. നിങ്ങളൊക്കെ കൂടിയാണ് സോഷ്യലായാലും സയൻസ് ആയാലും മാത്സ് ആയാലും അല്ലേ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതിൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കേട്ടോ നല്ല വിജയാശംസകൾ തന്നെ നേരുകയാണ് കേട്ടോ. എല്ലാം വൃത്തിയായിട്ടിരുന്ന് എഴുതി പഠിച്ച് ഞാൻ ഈ എഴുതുന്നതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ ഈ വായിക്കുമ്പോൾ നിങ്ങളത് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ. സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം കേട്ടോ. നമ്മൾ ആ ടെസ്റ്റിനകത്തിൽ ഫസ്റ്റ് ഇതാണ് പാഠം. അതിനകത്തിൽ ഒരു ടീച്ചറമ്മ ഒന്ന് നിന്ന് നോക്കിക്കേ. ഗുഡ് മോർണിംഗ്, ആർ യു ഫൈൻ? യു വെയർ ടോൾഡ് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, ഡിഡ് യു ഡു ദാറ്റ്? നോക്കൂ നിങ്ങളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷത്തിലാണല്ലോ അല്ലേ? ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാ ടീച്ചർ വന്ന് ചോദിക്കുന്ന. രാവിലെ അല്ലേ ടീച്ചർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ എന്താ നിങ്ങളെ പറയുന്നത്? ഗുഡ് മോർണിംഗ് അല്ലേ? നിങ്ങൾ അന്നേരം തിരിച്ച് പറയാറുണ്ടോ? നമ്മളിപ്പോൾ ക്ലാസ്സിൽ കയറുമ്പോഴല്ല, അല്ലാതെയാണെങ്കിലും നമ്മളിപ്പോൾ പോകുന്ന വഴി വെച്ച് അല്ലേ, ടീച്ചറെന്നല്ല നമ്മുടെ പ്രായത്തിൽ മൂത്തവരായാലും ഇളയവരായാലും രാവിലെ ഒന്ന് കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? ഗുഡ് മോർണിംഗ് അല്ലേ എന്ന് പറയുന്നത് അന്നേരം ഒരു പ്രത്യേകതയല്ലേ ഇല്ലയോ? അതൊക്കെ തോന്നിയിട്ടുണ്ടോ നിങ്ങളെ? നിങ്ങൾ നാളെ മുതലൊന്ന് നോക്കണേ. പോകുന്ന വഴിയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചുമ്മാതെ ഗുഡ് മോർണിംഗ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ, എന്തോ പറയാമെന്നറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ, ടീച്ചർ വന്ന് കുട്ടികളുടെ അടുത്ത് പറയുന്ന ഗുഡ് മോർണിംഗ്, ആർ യു ഫൈൻ? യു വെയർ ടോൾഡ് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, ഡിഡ് യു ഡു ദാറ്റ്? ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ടീച്ചർ ഐ ഡിഡ്. ടീച്ചർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഐ ഡിഡ് എന്ന് വെച്ചാൽ ഞാൻ എടുത്തു ഇല്ലേ? അപ്പം അതേഴ്സ് ഷുഡ് ഓപ്പൺ ആൻ അക്കൗണ്ട് as soon as possible. വിൽ യു? ബാക്കിയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണം കേട്ടോ. ബാക്കിയുള്ളവർ ഇതിപ്പോൾ ഒരാളല്ലേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരും എത്രയും പെട്ടെന്ന് എടുക്കണം കേട്ടോ എന്നാണ് ആ ടീച്ചറും കുട്ടിയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. ഓക്കെ ആണോ നിങ്ങളെ? നോക്കിയ ഫിഗർ 2 പഠനം അവിടെ കൊടുത്തിട്ടുണ്ട്. Have you listened to the conversation between the teacher and the children's? What are they talking about? അല്ലേ? ഹാവ് യു ലിസൺഡ്. നോക്കിക്കേ, ഇവിടെ ഈ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളൊരു സംഭാഷണം അല്ലേ? എന്തിനെക്കുറിച്ചാണ് അവർ ഈ സംസാരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ചോദിക്കാൻ വഴിയില്ല. അത് റഫായിട്ട് അല്ലേ അവർ തങ്ങളൊരു കോൺവെർസേഷൻ പറഞ്ഞപ്പോൾ അവരെന്തിനെക്കുറിച്ചായിരിക്കും കുഞ്ഞുങ്ങളെ സംസാരിച്ചതെന്നൊരു ചോദ്യം വരാം അല്ലേ? അപ്പം നമ്മളത് എഴുതിയിട്ടുണ്ട്. നോക്കിയോ കുഞ്ഞുങ്ങളെ, ഹാവ് യു ലിസൺഡ് ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ചിൽഡ്രൻസ്? വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് അല്ലേ? ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് സേവിങ്സ് മണി ഇൻ എ ബാങ്ക്. അവർ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനെ കുറിച്ചും ബാങ്കിൽ പണം ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയാണ് ടീച്ചറും കുട്ടികളും ടീച്ചറും തങ്ങളിൽ സംസാരിച്ചത്. അപ്പോൾ തുടക്കം മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ, നിങ്ങളെല്ലാവരും ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെന്നൊക്കെ. അപ്പം അതൊരു ചോദ്യം, അത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. കാരണം അത് റഫായിട്ട് ആ ടീച്ചറും കുട്ടിയും തങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന്, അവരുടെ ബാങ്ക് അക്കൗണ്ടിന് തുറക്കുന്നതിനെ കുറിച്ചും പണം ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് റഫായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ആ ചോദ്യോത്തരവും ഒക്കെ ആണല്ലോ. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ ഡു യു ആൾ ഹാവ് എ ബാങ്ക് അക്കൗണ്ട്? ഓക്കെ, ലെറ്റ്സ് എക്സാമിൻ അബൌട്ട് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. വാട്ട് ഈസ് എ ബാങ്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മൾ ഈ കാണുന്ന എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഇപ്പം മിക്കവാറും ഉള്ള എല്ലാവർക്കും ഉണ്ട് അല്ലേ? നമ്മൾ ഈ സ്കൂളിൽ നിന്നും ഗ്രാൻഡ് ഉള്ള കുട്ടികളും അല്ലേ, അല്ലാത്തതൊക്കെ മിക്കവാറും ഉള്ള ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 70% കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഉണ്ട് അല്ലേ? ഉണ്ട്. അത് ബാങ്കിനെ കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്.
ഇതുവരെ നമ്മൾ ഡൽഹിയല്ല റോം അല്ലേ, എന്താ വെസ്റ്റേൺ ഈസ്റ്റേൺ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച് വരുക അല്ലേ. അപ്പം ഇപ്പം നമ്മൾ എന്താ പഠിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച്, ബാങ്കിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പ്രാവശ്യം പഠിക്കാം അല്ലേ. അതും അറിയണ്ടേ ബാങ്കിലെ. അപ്പോൾ എന്താവും നിങ്ങൾ ഈ ബാങ്ക്, വാട്ട് ഈസ് എ ബാങ്ക്? അപ്പോൾ നമുക്ക് അതെന്താണെന്ന് അടുത്ത പഠിക്കാം. അപ്പോൾ കറക്റ്റ് ഒന്നൊന്ന് കൊടുക്കേണ്ട അതാണ്, പക്ഷേ നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്താണ് ബാങ്കുകൾ? വാട്ട് ഈസ് എ ബാങ്ക്? Banks are financial institutions that accept money from the public as deposits and provide loans to those in need following certain criteria. വായിക്കാൻ പറ്റുന്നുണ്ടോ? ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ പ്രസ്ഥാനങ്ങൾ അല്ലേ, ദാറ്റ് അക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക് ആസ് ഡിപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ലോൺസുകൾ ടു ദോസ് ഇൻ നീഡ് ഫോളോവിങ് സർട്ടൺ ക്രൈറ്റീരിയ. ബാക്കിയെല്ലാം കിട്ടുന്നുണ്ടല്ലോ. പബ്ലിക് എന്ന് വെച്ചാൽ പൊതുജനങ്ങൾ അല്ലേ. പബ്ലിക്കിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി, നിങ്ങൾ ഇനി കുറേ വാക്കുകളൊക്കെ ഇനി നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മളിനി ഡിപ്പോസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിക്ഷേപിക്കുക എന്ന് കേട്ടോ. അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്വീകരിക്കുക. നീഡെന്ന് വെച്ചാൽ ആവശ്യമുള്ളവർക്ക് കേട്ടോ. ഓരോ വാക്കും പഠിച്ച് അങ്ങ് പോണേ. പബ്ലിക് എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക്, ഇവിടെ പൊതുജനങ്ങൾക്ക് അല്ലെ പൊതുജനങ്ങളിൽ നിന്ന് പണം നിക്ഷേപമായിട്ട്, അതായത് ഡിപ്പോസിറ്റ് നിക്ഷേപമായിട്ട് അത് സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട്, അവർ ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം ബാങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നിങ്ങൾ 1 ലക്ഷം രൂപയും കൊണ്ടു, 5 വേണോ 5 ലക്ഷം കൊണ്ടു അല്ലേ, അങ്ങനെ ആണോ അല്ല. അതിനൊക്കെ കുറേ റൂൾസ് ഉണ്ട് കേട്ടോ. ആ റൂൾസൊക്കെ ഇപ്പം നമുക്ക് 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗോൾഡോ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവച്ച് നമുക്ക് അതിൽ നിന്നും പൈസ മേടിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട് അല്ലേ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പ്രമാണം എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ. ആ സാധനം ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് മേടിക്കാം. അല്ലെങ്കിൽ വസ്തുക്കൾ, നമുക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ, ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന പോലെ പ്രമാണം വെച്ചിട്ട് നമുക്ക് മേടിക്കാം. അങ്ങനെ റൂൾസുകളുണ്ടല്ലോ. അത് ചാടി കയറി ബാങ്കിലോട്ട് അതെ എനിക്കൊരു 1 ലക്ഷം രൂപ ഇങ്ങോട്ടൊന്ന് തന്നെ, എന്നാ ശരി ഒന്നാ വേണ്ടത്, എന്നാ എടുത്തോട്ട് പോകും, അങ്ങനെയാണോ? അല്ല, കുറേ റൂൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച്, ആ വാക്കാണല്ലേ, മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് കുഞ്ഞുങ്ങളെ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധനകാര്യ സ്ഥാപനമാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബാങ്ക് എന്നാൽ എന്തെന്ന് പഠിച്ചല്ലോ. ഓക്കെ ആണോ നിങ്ങൾ? നമ്മുടെ ടെസ്റ്റിലെ 1ാമത്തെ പേജ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇപ്പം ചിലർ വിചാരിക്കും എന്തിനാ ഇതിങ്ങനെ പറഞ്ഞ് നോട്ടിങ് എന്നാൽ പോരോ, ഞങ്ങൾ ഇങ്ങനെ എഴുതി എടുത്തുകൂടായോ എന്നൊക്കെ കമൻറ്റ് കാണും. ഞങ്ങൾക്ക് ഇതെന്താ PDF ആയിട്ട് ഇങ്ങനെ അയച്ചതാ. എൻ്റെ കുഞ്ഞുങ്ങളെ ഈ മിക്ക അമ്മമാർക്കും പഠിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ട്യൂഷനൊക്കെ വിടുന്നത്. അപ്പം ഇവർ വീട്ടിൽ ഇരുന്ന് കണ്ട് ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെ നോട്ട് എഴുതിയാൽ എന്തുവാന്ന് വിചാരിച്ചാൽ നോട്ട് അവരിങ്ങനെ എഴുതിയെടുക്കുന്നു. അതിപ്പോൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ ട്യൂഷനിൽ നിന്ന് കൊടുക്കുന്നില്ലേ നോട്ട്സ്. പക്ഷെ അവർക്ക് എന്തുവാണെന്ന് ചിലപ്പോൾ എല്ലാവരെയും നല്ല മിക്കവാറുള്ളവർക്കൊക്കെ ട്യൂഷന് പോയാലും സ്കൂളിൽ പോയാലും പഠിച്ചിട്ടാണ് വരുന്നത്. മേ ബി ആർക്കെങ്കിലും അറിയാൻ വയ്യാതെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ സ്കൂളിൽ പോകാനോ ട്യൂഷന് പോകാനോ വയ്യാതെ ബുദ്ധിമുട്ടുള്ളവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതെന്താണെന്ന് അറിയണ്ടേ. എല്ലാവരും പറയും PDF ഇങ്ങനെ അയച്ചതാ അല്ലേ എന്ന്. ഞാൻ കണ്ടു കുറേ കമൻറ്റ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു PDF അയച്ചതാ, ഞങ്ങൾ അതിൻ്റെ കോപ്പി എടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന്. അത് എഴുതിയെടുത്തോണ്ട് എന്തോ പറയണോ, ഇവർക്കത് അറിയണ്ടേ കേട്ടോ. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആരുടെയോ ആയിക്കോട്ടോ നിങ്ങളെ, അതിപ്പോൾ ടീച്ചറായി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടീച്ചറോ ട്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ഏതോ ഒരു ചാനലായിക്കോട്ടെ, അവരത് പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ബാങ്ക് എന്നാൽ എന്താ, നമ്മൾ പഠിക്കുന്നത് ബാങ്കുകളെ കുറിച്ചാണ്. ഈ പ്രാവശ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ ബാങ്കുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ തുടക്കം തന്നെ എന്താണ് ബാങ്ക് എന്നാണ്, മനസ്സിലായല്ലോ. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. എന്താ ഈ ബാങ്ക് എന്ന് പറയുന്നത്? ഇത് ആരാ ഈ ബാങ്ക് എന്നുള്ള പേര് കൊണ്ടുവന്നത് അല്ലേ? ഇത് ആരാ ഈ ബാങ്ക്? നമ്മളായ തന്നെ ഇല്ലേ, ഇതൊക്കെ ആരാ കൊണ്ടുവന്നത്? ബാങ്ക് നോക്കൂ നിങ്ങളെ. ദ വേർഡ് ബാങ്ക് ഇൻ ഇംഗ്ലീഷ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്സ് ബാങ്ക, ആ സ്പെല്ലിംഗ് നോക്കിയേ, BANCA, ബാങ്ക. ഇൻ ഇറ്റാലിയൻ ആൻഡ് ബാങ്ക്, QUE കേട്ടോ. ബാങ്ക് ഇൻ ഫ്രഞ്ച്, മനസ്സിലായോ? ദ വേർഡ് ബാങ്ക് ഇൻ ഇംഗ്ലീഷിൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്സ് ബാങ്ക ഇൻ ഇറ്റാലിയൻ ആൻഡ് ബാങ്ക് ഇൻ ഫ്രഞ്ച്. അതായത് ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക
എന്നതും ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്ക് ഉണ്ടായത്. എവിടുന്നായി ബാങ്ക് എന്ന വാക്ക് ഉണ്ടായെന്ന് ഇപ്പോൾ പഠിച്ചല്ലോ. ഏതാ ഇറ്റാലിയൻ ഭാഷയും ഫ്രഞ്ച് ഭാഷയും കൂടെ കൂടിച്ചേർന്നാണ് ഇറ്റാലിയൻ ഇത് ബാങ്ക അല്ലെ, BANCA. ആ സ്പെല്ലിങ്ങും കൂടെ എഴുതണേ കേട്ടോ. മലയാളം മീഡിയക്കാരായാലും ആ സ്പെല്ലിങ് എഴുതണം. ബാൻക അതുപോലെ തന്നെ ബങ്ക് എന്നീ 2 വാക്കുകളും കൂടെ ചേർന്ന് എന്താ അവർ ഫ്രഞ്ചുകാരും ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്കായും ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്ക് ഉണ്ടായത്. ഇനി ബോത്ത് വേർഡ്സ് മീൻസ് ഇതിന്റെ അർത്ഥം എന്താ? 2 വാക്കുകളുടെയും അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താവും? നിങ്ങളെ നോക്കിയേ, ബഞ്ച് എന്നാണ് അല്ലേ. 2 വാക്കുകളുടെയും അർത്ഥം ബഞ്ച് എന്നാണ് കേട്ടോ. ബോത്ത് വേർഡ്സ് മീൻസ് BNCH ബെഞ്ച്, നമ്മൾ ഇരിക്കുന്ന ബെഞ്ച് അല്ല കേട്ടോ. ഇൻ ദ പാസ്റ്റിൽ മെർച്ചൻസ് യൂസ്ഡ് ടു ലെൻഡ് മണി ഇൻ ദ സ്ട്രീറ്റ് ഇൻ ഇറ്റലി അക്സെപ്റ്റിംഗ് ഗോൾഡ് ആൻഡ് സിൽവർ ഇൻ റിട്ടേൺസ്. പണ്ട് ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് നിന്നൊക്കെ 1 വേർഡ് ചോദിക്കാം. ഇപ്പം ബാങ്ക് എന്ന വാക്ക് ഏതൊക്കെ ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് അല്ലേ? ഈ വാക്കിൻ്റെ ഇറ്റാലിയനും ഫ്രഞ്ച് ഭാഷയിൽ നിന്നുമാണ് ഇതുണ്ടായത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാം. ബെഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇതിങ്ങനെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. പാസ്റ്റിൽ എന്ന് വെച്ചാൽ പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായിട്ട് സ്വീകരിച്ചിട്ട് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാരി വലിച്ചെഴുതിയിൽ അത്ര എഴുതിയിട്ടുള്ളൂ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും, അന്നൊന്നും ഇതുപോലുള്ള സ്വർണത്തിൻ്റെ ആയാലും വെള്ളിയുടെ വിലയില്ല കുഞ്ഞുങ്ങളെ. പണ്ട് തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായിട്ട് സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. ഇപ്പോഴും അതൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ബാങ്കിലും ഒക്കെ അത് തന്നെ അല്ലേ. ഇപ്പോൾ വെള്ളിയില്ല, വെള്ളിക്കും ഇപ്പോൾ അതുപോലെ വിലയായില്ലേ. സ്വർണത്തിൻ്റെ പുറകെ വരുന്നുണ്ട് വെള്ളിയും. അപ്പോൾ ഈടായിട്ട് സ്വീകരിച്ച് വ്യാപാരികൾ പണം കൊടുത്തിരുന്നു എന്നാണ്. അതിൻ്റെ ഒരുപാടുണ്ട്, ഞാൻ അത്രയും മാത്രമേ എഴുതുള്ളൂ. നിങ്ങൾ ഇത്രയേലും ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ബാങ്കാണ്, അതായത് ബാങ്ക എന്നതും ബാങ്ക് എന്ന 2 ഭാഷ കൂടെ ഒന്നിച്ച് ബാങ്ക് എന്ന വാക്കുണ്ടായി. അതിൻ്റെ അർത്ഥം ബെഞ്ച് എന്നാണ്. ഇപ്പോൾ കേട്ടിട്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മനസ്സിലായോ? അത്രയൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് നമ്മൾ 4ാമത്തെ ചോദ്യമാണ്. ഇപ്പം 2 അത് 3ാമത്തെ. ഇത് 4ാമത്തെ നോക്കൂ നിങ്ങളെ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ 2 ഇന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഇന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ് വെൻ ദ ലോക്കൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്ഡ് ഇൻ ടു ബാങ്ക്സ്. അങ്ങനൊരു ചോദ്യം അടുത്ത് എഴുതിയേക്കുന്നത്. അതായത് നമ്മുടെ പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങളിൽ ബാങ്കുകളായി വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ, നമ്മുടെ അവിടെ ഇവിടെയൊക്കെ പണമിടപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, ബാങ്കുകളുണ്ടല്ലോ. ഇതിങ്ങനെ ഓരോരുത്തരും വളർന്നുകൊണ്ടിരുന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാവും നിങ്ങളെ ഉണ്ടായത്? കൂടുതൽ പേർക്ക് അല്ലേ. ഇപ്പം നമ്മൾ ഏത് ജംഗ്ഷനിൽ എടുത്താലും അവിടെ നമ്മൾ വട്ടം തിരിഞ്ഞൊന്ന് നോക്കാമെങ്കിൽ ഒരു 2-3 ബാങ്കെങ്കിലും കാണും അല്ലേ. മുത്തൂറ്റ് ബാങ്ക്, പോപ്പുലർ ബാങ്ക്, പിന്നെ SBI, SBI, പിന്നെ ഫെഡറൽ ബാങ്ക് എന്നല്ലേ. ചുറ്റും നമ്മൾ നോക്കുമ്പോൾ അല്ലേ, കോശമറ്റം ഒക്കെ നമുക്ക് വട്ടം നോക്കുമ്പോൾ ഒരുപാട് ബാങ്കുകളിൽ നമുക്ക് അല്ലേ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഒരെണ്ണം കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ നമ്മളോട് ചോദിച്ചത് കേട്ടോ. മോർ പീപ്പിൾ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ലോൺസുകൾ. കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി. ഇങ്ങനെ എല്ലായിടവും ബാങ്കുകൾ വന്നതോടുകൂടി നിങ്ങളെ ഒരുപാട് പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ദ ലെവൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഡിക്രീസ്ഡ്. ചൂഷണത്തിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞു. ഹാബിറ്റ് ഓഫ് സേവിങ്സ് ഇൻക്രീസ്ഡ് എമംഗ് ദ പീപ്പിൾ. ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു. ആ 3 പോയിന്റ് പഠിച്ചാൽ മതി. നമ്മുടെ ഇപ്പം എല്ലായിടവും ഒരുപാട് പണമിടപാട് സ്ഥാപനങ്ങൾ അല്ലെ ബാങ്കുകളായിട്ട് ഇങ്ങനെ വളർന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? ചേഞ്ചസ് ഓഫ് എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് ടുക്ക് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് വെൻ ദ ലോക്കൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്ഡ് ഇൻ ടു ബാങ്ക്. അതാണ് ചോദ്യം കേട്ടോ. ആ 3 പോയിന്റ് മലയാളവും ഇംഗ്ലീഷും കൊണ്ട് എഴുതിയെടുക്കണം. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന നമ്മുടെ ടെസ്റ്റ് കൂടെ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളാണ്ട് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഫോർമേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്ന ഒരെണ്ണം ഞാൻ അതങ്ങ് ഒഴിവാക്കിയതാണ്. കാരണം അതിനകത്ത് നിങ്ങൾക്ക്
എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻഡിവിജ്വൽസ് ലെൻഡിങ് ദ സർപ്ലസ് മണി to the needy lead to the emergence of local money lenders as the number of people. അതിനകത്തിൽ കൂടുതലായിട്ടൊന്നുമില്ല കുഞ്ഞുങ്ങളെ. അതായത് മിച്ചം വന്ന പണം നമ്മൾ വ്യക്തികൾക്ക് ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് ഈ പ്രാദേശിക പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് കാരണമായി. ഈ വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വായ്പ കൊടുക്കാൻ ഒരുപാട് പേര് ഇങ്ങനെ ആയപ്പോൾ എന്താണെന്നറിയോ, പണമിടപാട് നടത്തിയിരുന്നവരുടെ കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഇതിനായിട്ട് അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു എന്നാണ്. ഇനി വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ വിശ്വാസ്യത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങളൊക്കെ ആവശ്യക്കാർക്ക് പണം വായ്പയായിട്ട് നൽകിയിരുന്നത്. നിക്ഷേപം സ്വീകരിക്കലും അതുപോലെ വായ്പ നൽകലും ക്രമാതീതമായി അങ്ങ് വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെയും വന്നു. ഇത് ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നാണ്. അതിനകത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നല്ലപോലെ പഠിക്കുന്ന, നല്ല ഫുള്ള് മാർക്ക് മേടിക്കാൻ പഠിക്കുന്ന കുട്ടികളൊക്കെ അതിരുന്ന് ഇരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ എ പ്ലസ്സിൽ അത് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ നോട്ട് ഇടുന്നത് കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പഠിക്കുന്നത് ബാങ്ക് എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ചു, ഏത് വാക്കിൽ നിന്നാണ് ബാങ്ക് ഉണ്ടായതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ചേഞ്ചസ്, എക്കണോമിക് ആക്ടിവിറ്റീസ്, ലോക്കൽ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് അതും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? വൺ വേർഡിൻ്റെ ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം നിങ്ങളെ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാന്ന് ചോദിച്ചാൽ ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് കേട്ടോ. ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1770 കേട്ടോ. 1770 വാസ് ദ ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേരെന്താ? ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കേട്ടോ. നല്ലപോലെ പഠിക്കണം നിങ്ങളെ. ഫസ്റ്റ് ബാങ്കാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് എന്താ? ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ താമസിക്കുന്നതല്ലേ നിങ്ങളെ, നമ്മുടെ ആദ്യത്തെ ബാങ്ക് ഏതാ? കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാ? നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1899 കോഴിക്കോട് ആസ്ഥാനമാക്കി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1899 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. ആരാ? അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്നും ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്നുമാണ് ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ. ഇത് വൃത്തിയായിട്ട് പഠിക്കണേ കേട്ടോ. 6 അടുത്ത. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ നിങ്ങൾ. അതിൻ്റെ ഇംഗ്ലീഷ് കൂടെ. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള, ദ ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള വാസ് ദ ഏതാണ്? ആ പേര് നോക്കണേ. ഏതാ? നെടുങ്ങാടി ബാങ്ക്. കണ്ടോ? നെടുങ്ങാടി ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻ 1899 വിത്ത് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടാണ്. ഞാനത് മറ്റേതിൽ എഴുതിയിട്ടില്ലേ അല്ലേ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കും കുഞ്ഞുങ്ങൾ കേട്ടോ. എവിടെയാണ്? കേരള ബാങ്ക് ഏതൊക്കെയാണ്? നെടുങ്ങാടി ബാങ്കാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആസ്ഥാനം ഏതാണെന്ന് ചോദിക്കും കേട്ടോ. എവിടെ അതിൻ്റെ ആസ്ഥാനം വന്നേക്കുന്നത്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. ദസ് പ്രൈവറ്റ് ബാങ്ക് വാസ് ഫൗണ്ടഡ് ബൈ. ഈ പ്രൈവറ്റ് ബാങ്ക്, പ്രൈവറ്റ് ആണെന്ന് വെച്ചാൽ ഒരു വ്യക്തി നടത്തുന്നതല്ലേ. ഈ പ്രൈവറ്റ് ബാങ്ക് വാസ് ഫൗണ്ടഡ് ബൈ അപ്പു നെടുങ്ങാടി കേട്ടോ. ഇതാരാണിത്? അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏത്? അതിൻ്റെ ആസ്ഥാനം ഏത്? കേന്ദ്ര ബാങ്ക് ആണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാ? നെടുങ്ങാടി ബാങ്കാണ്. നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, അതായത് സെൻട്രൽ ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ തിരിഞ്ഞു പോയില്ലേ. കേന്ദ്ര ബാങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് നീയും അല്ല ഒരു വിളിക്കുമോ? ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാന്ന് നോക്കി കഴിഞ്ഞാൽ 1935 കേട്ടോ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935 ഈസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാണ്? മുംബൈ. പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്.
ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. 1935 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ ഈ റിസർവ് ബാങ്കിൻ്റെ അല്ലെ RBIയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചോദ്യമാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. നിങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ ഇത്രയും എഴുതണം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1. ഇഷ്യൂ ആൾ കറൻസി നോട്ട്സ് എക്സെപ്റ്റ് ദ 1 rupee നോട്ട്. 1 രൂപയുടെ നോട്ടുണ്ടല്ലോ, 1 രൂപ നോട്ട് ഇപ്പം ഒന്നും ഇല്ലേ. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടും അച്ചടിച്ചിറക്കുന്നത് നമ്മുടെ RBI ആണ് അല്ലേ. 1 രൂപ നോട്ട് അല്ലാതെ ഇപ്പം എന്താ, ഇപ്പം 2 രൂപയുണ്ടോ? ഇല്ല, കോയിനാണ് ഇപ്പം തോന്നിയല്ലേ. 2 പിന്നെ 5 ഇല്ല, ഇപ്പം എല്ലാവരും അത് 10 അവിടെ അല്ലേ, 10 രൂപ നോട്ട്. അപ്പോൾ ഈ 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടും അച്ചടിച്ചിറക്കുന്നത് എന്താ നിങ്ങളെ RBI ആണ്. കൺട്രോൾ ലോൺസ്, ഇവരെ വായ്പ നിയന്ത്രിക്കുന്നുണ്ട്. ഈ RBIയുടെ വേറൊരു പേര് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ബാങ്കുകളുടെ ബാങ്ക് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കുറേ ബാങ്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ തിരിഞ്ഞു പോകരുത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. ഫങ്ഷൻസ് ആസ് ബാങ്കർ ടു ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. ഈ 4 പോയിന്റ് നമ്മുടെ RBIയുടെ ഫങ്ഷൻ എഴുതേണ്ടതാണ്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അതായത് ഇഷ്യൂ ആൾ കറൻസി നോട്ട്സ് എക്സെപ്റ്റ് ദ 1 rupee നോട്ട്. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടും RBI ആണ് അച്ചടിച്ചിറക്കുന്നത്. കൺട്രോൾസ് ലോൺസ്, വായ്പ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിനെ നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിതിനെ അറിയപ്പെടുന്നുണ്ട്. ഫങ്ഷൻസ് ആസ് ബാങ്കർ ടു ദ ഗവൺമെൻറ്, ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് ഇത് പ്രവർത്തിക്കുന്നു എന്നും എഴുതണം. ഓക്കെ ആണോ 8 എണ്ണം? ഓക്കെ ആണോ നിങ്ങളെ? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ അവർ പ്രിപ്പയർ എ റീഡിംഗ് കാർഡ്, നിങ്ങളൊരു റീഡിംഗ് കാർഡ് തയ്യാറാക്കുക, ഇൻക്ലൂഡിങ് ദ ഡീറ്റെയിൽ ഓഫ് ദ റിസർവ് ബാങ്ക്. കണ്ട് ഇവിടെ ഒരു കണ്ടോ, ഇത് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ റീഡിംഗ് കാർഡ് ഇൻക്ലൂഡിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റിസർവ് ബാങ്ക്. കണ്ടോ, അതിൻ്റെ നെയിം, എസ്റ്റാബ്ലിഷ്ഡ്, അതിൻ്റെ ഫങ്ഷൻസ്. അതായത് അത് ഇങ്ങനെ എഴുതുന്ന നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 ഇത് സ്ഥാപിച്ചത്, RBI സ്ഥാപിച്ചത് 1935. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഫങ്ഷൻ അല്ലേ, അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 4 ധർമ്മങ്ങളും അതിൻ്റെ കൂടെ എഴുതി വെക്കണം കേട്ടോ. അപ്പം നമ്മൾ 4 ധർമ്മം പഠിച്ചില്ലേ, ആ 4 ധർമ്മവും എന്താ അതിൻ്റെ കൂടെ എഴുതി വെക്കണം കേട്ടോ. അതാണ് എന്താ നമ്മളോട് ചോദിച്ചത്, പ്രിപ്പയർ എ റീഡിംഗ് കാർഡ്. ഒരു റീഡിംഗ് കാർഡ് തയ്യാറാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ് എഴുതിയിടണം കേട്ടോ. ഒരു വായനാ കാർഡ് തയ്യാറാക്കാനാണ് നമ്മളോട് ചോദിച്ചത്. എഴുതാമല്ലോ. ഓക്കെ നിങ്ങളെ ഞാൻ വാരി വലിച്ച് നിങ്ങൾക്ക് നോട്ട് തന്നു കഴിഞ്ഞു. ആദ്യം നിങ്ങൾ ഈ 10 എണ്ണം പഠിച്ചിട്ട് കമൻറ്റ് വരണം കേട്ടോ. ഞാൻ ഈ 10 എണ്ണം പഠിച്ച് ടീച്ചർ ബാക്കി 11ാമത്തെ മുതൽ താന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത നോട്ട് വരും കേട്ടോ. അപ്പം സ്കൂളിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയോ? നമ്മളിത് ഒരെണ്ണം കൂടെ പറയാം കുഞ്ഞുങ്ങളെ. പണം എന്നാൽ എന്താണ് അല്ലേ? ബാങ്കിൽ ചെല്ലുമ്പോൾ ഇതില്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ അല്ലേ? എന്താ കുഞ്ഞുങ്ങളെ ഈ പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി എന്നാൽ എന്താണ്? വാട്ട് ഈസ് മണി? സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായിട്ട് പൊതുവെ സ്വീകരിക്കുന്നതിനെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായിട്ട് പൊതുവെ നമ്മൾ സ്വീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പണം. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും കൈമാറ്റം ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലേ, അതും എഴുതിയില്ലേ? സാധനങ്ങളും സേവനങ്ങളും അല്ലേ, ഒറ്റ വാക്കിൽ ഇത് എഴുതി വെച്ചേക്കുക. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിന് പകരമായിട്ട് സ്വീകരിക്കുന്നതിനെ നമ്മൾ പണം അല്ലെ ചുരുക്കി നമ്മൾ അങ്ങ് എഴുതിയതാ. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായിട്ട് പൊതുവെ സ്വീകരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പണം അല്ലേ. എനിത്തിങ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ക്യാൻ ജനറലി ബി കാൾഡ് മണി. 10 ക്വസ്റ്റ്യൻസറാണ് ഞാൻ തന്നിരിക്കുന്നത്. ആ 10 എണ്ണവും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് എന്നോട് പറയുക. എന്നിട്ട് നമുക്ക് 11ാമത്തെ, അതായത് ഫങ്ഷനിങ് ഓഫ് ബാങ്ക് തൊട്ട് 11ാമത്തെ ക്വസ്റ്റ്യൻസർ നമുക്ക് പഠിക്കാം. നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഹൈപ്പ് കൂടെ ചെയ്തേക്കണം കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി വിജയാശംസകൾ നേരുന്നു. വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.